വെൽക്കം ടു പാർട്ട് 6 ഓഫ് UPSC പ്രിലിംസ് PYQ സീരീസ്. ഇന്ന് 2025 എക്കണോമിക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സർക്കുലർ എക്കണോമി എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സിംപ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സർക്കുലർ എക്കണോമി റെഡ്യൂസസ് ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. Statement 2, circular economy reduces use of raw materials as inputs. Circular economy reduces wastage in the production process. Circular economy നമുക്ക് എന്താണെന്ന് അറിയാം. യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒബ്സൊലീറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സിനെല്ലാം റീസൈക്കിൾ ചെയ്ത് ഒരു റീസൈക്കിൾ എക്കണോമിനെയാണ് നമ്മൾ സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് ആയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാൻ നമുക്ക് കഴിയും. കാരണം പുതിയ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ആവശ്യങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നു. ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ ഇൻപുട്ടായിട്ട് വരുന്നതുകൊണ്ട് തന്നെ പുതിയ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇല്ലാതെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ റിഡക്ഷൻ സംഭവിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 2 വരുമ്പോഴത്തേക്കും റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്ട് അതും അവിടെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് തന്നെയാണ്. പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ന്യൂ റോ മെറ്റീരിയൽസിൻ്റെ അഡീഷൻ വരുന്നില്ല. ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ തന്നെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു പുതിയ റിസോഴ്സ് എക്സ്പ്ലോറേഷൻ, പുതിയ റിസോഴ്സിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതുവഴി പുതിയ ഇൻപുട്ട് മെറ്റീരിയൽസിന് കുറയ്ക്കാൻ കഴിയുന്നു. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും റെഡ്യൂസസ് വേസ്റ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. നമുക്ക് പലപ്പോഴും നമ്മുടെ യൂസ്ഡ് പ്രോഡക്റ്റ് യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു അപ്രോച്ച് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പലപ്പോഴും വേസ്റ്റേജ് ആയിട്ട് പോവാണ്. ആ വേസ്റ്റേജ് ഒഴിവാക്കാനും അതിനെ തന്നെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുത്ത് നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വേസ്റ്റേജ് ഒരുപാട് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ സർക്കുലർ എക്കണോമിയുടെ ഫീച്ചേഴ്സാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. സർക്കുലർ എക്കണോമി എന്താണ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്.